ട്രംപിന് കണക്കുകൂട്ടലുകൾ തെറ്റി എന്നാണ് ഇപ്പോൾ CNN പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഏപ്രിൽ ആദ്യവാരം ട്രംപ് ഒരു 6 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ വെടിനിർത്തൽ ഇറാന് അനുഗ്രഹമായി മാറി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാൻ അതിവേഗം തങ്ങളുടെ ഡ്രോണുകൾ കൂടുതൽ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ആയുധങ്ങളെല്ലാം പുനർനിർമ്മിച്ചിരിക്കുന്നു. തകർന്നുപോയ വ്യോമത്താവളം, ഒപ്പം തന്നെ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ, ഇവയെല്ലാം വളരെ വേഗം തന്നെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇങ്ങനെയെങ്കിൽ 6 മാസത്തിനകം ഇറാൻ പഴയതിൽ ശക്തമായ ഒരു നിലയിലേക്ക് മാറും. മിസൈൽ കേന്ദ്രങ്ങളും ലോഞ്ചറുകളും എല്ലാം അവർ പുനഃസ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നു. 6 മാസങ്ങളിൽ പഴയ ശക്തിയിലേക്ക് എത്തുമെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. റഷ്യയും ചൈനയുടെയും പിന്തുണയിലാണ് വളരെ വേഗം ഈ ഡ്രോണുകൾ അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ട്രംപ് പറയുന്നത് ഇറാന്റെ സൈനിക ശക്തി മുഴുവൻ തകർത്തു എന്ന് പറയുമ്പോഴും ഇറാന്റെ ഡ്രോണുകളുടെ പകുതി പോലും നാശനഷ്ടം സംഭവിക്കാതെ അവരുടെ പക്കൽ തന്നെ ഉണ്ട് എന്നും, അവരുടെ മിസൈൽ ശേഖരം വലിയ രീതിയിൽ തന്നെ അവരുടെ പക്കൽ ഉണ്ട്. ക്രൂയിസ് മിസൈലുകൾ അടക്കം ഇപ്പോഴും ഹോർമുസിന്റെ പരിസരത്ത് അവർ സജ്ജമാക്കിയിരിക്കുന്നതെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. അതായത് ട്രംപ് ഒരു 6 ആഴ്ചത്തെ വെടിനിർത്തൽ നൽകിയത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ഡ്രോൺ കൂടുതൽ വീണ്ടും പുനർനിർമ്മിക്കാനും ആക്രമണത്തിന് സജ്ജരാകാനും അവർക്ക് ഒരു വലിയ ഇടവേളയാണ് നൽകിയത്, വലിയ ബ്രേക്കാണ് അവർക്ക് നൽകിയത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അമേരിക്ക എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിനെ സാധൂകരിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ചൈനയാണ് ഇതിന്റെ പിന്നിൽ. ചൈന വലിയ രീതിയിൽ തന്നെ മിസൈൽ സാങ്കേതിക വിദ്യകൾ മാത്രമല്ല, മിസൈൽ നിർമ്മിക്കാനുള്ള വസ്തുവകകളും ഇറാന് നൽകിയിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ പഴയതുപോലെ അല്ല എന്ന ഈ റിപ്പോർട്ടിനെ സാധൂകരിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.